പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. ആമേ, ചെറിയൊരു ചിന്ത പറഞ്ഞിട്ട് ആമേ, സ്തോത്രം, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ ആഴ്ച എന്തുവാ നമ്മൾ പഠിച്ച വിഷയം? പ്രാർത്ഥനയെക്കുറിച്ച്. മറന്നുപോയോ എന്നറിയത്തില്ല, ഒരിക്കൽ കൂടി ഓർപ്പിക്കുക. പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഒരു ദൈവവേദൽ എങ്ങനെ പ്രാർത്ഥിക്കണം, ആമേ സ്തോത്രം, എന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത്. ഈ ആഴ്ച പഠിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം, ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേ സ്തോത്രം. എത്ര പേർ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? ആമേ സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് സ്തോത്രം. പലതും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഹിതത്തിനും സംഭവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കർത്താവ് ഇന്നതുപോലെ നടക്കണം. നമ്മൾ കർത്താവിനോട് ബുദ്ധി പറഞ്ഞു കൊടുക്കും, ഇന്നതുപോലെ നടക്കണം, ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നടക്കണം, ആമേൻ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കർത്താവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ദൈവഹിതത്തിന് വേണ്ടി, കർത്താവേ, എൻ്റെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നുമല്ല, അങ്ങയുടെ ഹിതം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ വിശ്വസിച്ച് നല്ലൊരു ആമേൻ പറയും? എൻ്റെ ഹിതമല്ല കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം എന്താണ്, ആമേൻ, അത് തന്നെ നിറവേറണമെന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ദൈവഹിതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ആദ്യം വായിച്ചത്, ഇസഹാക്ക് തൻ്റെ ഭാര്യ മച്ചി ആയിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ, യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ട് അവളുടെ ഭാര്യ റെബേക്ക ഗർഭം ധരിച്ചു. മച്ചിയായ റെബേക്കയ്ക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചു? ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണ്. ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കുടുംബത്തിനകത്ത് അടച്ചു വെച്ച മേഖലയെ കർത്താവ് തുറക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പ്രാരംഭത്തിൽ ഞാനൊരു ദൂത് പറയാം. നീ കുടുംബത്തിനകത്ത് നിന്റെ അടഞ്ഞു കിടക്കുന്ന മേഖലകളെ നോക്കിക്കൊണ്ട് ഇന്ന് നീ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചാൽ നിനക്ക് വേണ്ടി ചിലത് തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശക്തിയോടുന്ന ദൈവത്തെ സ്തുതിച്ച്, കർത്താവ്, എൻ്റെ കുടുംബത്തിനകത്ത് അടഞ്ഞിരിക്കുന്ന ചില മേഖലകളുണ്ട്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത് തുറക്കാൻ പോകുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശബ്ദം ഒന്ന് ഇന്ന് കേൾക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചിലത് യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഇസഹാക്കിന് വേണ്ടി അങ്ങനെ ചിലത് തുറക്കാൻ പോകുകയാണ്. അങ്ങനെ ചിലത് തുറക്കാൻ വേണ്ടി പോകുകയാണ്. അടഞ്ഞതെല്ലാം യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച ദൈവം അവർക്കൊരു ഉദരഫലത്തെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. അവിടെയല്ല പ്രശ്നം. ആമേ, തൻ്റെ ഭാര്യ മച്ചിയായിരുന്നു, ഇസഹാക്ക് പ്രാർത്ഥിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ പറയുകയാണ്, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ യഹോവയോട് ചോദിക്കാൻ പോയെന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രാർത്ഥിക്കാൻ പോയി. ചുമ്മാ ചോദിക്കാൻ പോയെന്ന് അങ്ങനെയല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. കാരണം ഒരു വലിയ തിക്ക് കുടുംബത്തിനകത്ത് നടക്കുകയാണ്. ഒരു തിക്കുമുട്ടല്, ഒരു അസ്വസ്ഥത. ആമേൻ, അത് തുടങ്ങിയപ്പോൾ ഇവൾ ദൈവഹിതം എന്താണെന്നറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയി. ഒന്ന്, റിബേക്ക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവഹിതം അറിയുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് മാതാപിതാക്കളായ നിങ്ങളോട് ആമേ സ്തോത്രം ഒരു സന്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വിടുന്നതിന് മുൻപ്, വിദ്യാഭ്യാസം, ഒരു ഭാവിയുടെ വിഷയം, അവരുടെ ഒരു ജോലിയുടെ വിഷയം പോകുന്നതിന് മുൻപ് എത്ര ദൈവമക്കൾ, എത്ര മാതാപിതാക്കൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു വലിയ തിക്ക് കുടുംബത്തിനകത്ത് നടക്കുകയാണ്. ഒരു തിക്കുമുട്ടല്, ഒരു അസ്വസ്ഥത. ആമേൻ, അത് തുടങ്ങിയപ്പോൾ ഇവൾ ദൈവഹിതം എന്താണെന്നറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയി. ഒന്ന്, റിബേക്ക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവഹിതം അറിയുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് മാതാപിതാക്കളായ നിങ്ങളോട് ആമേ സ്തോത്രം ഒരു സന്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വിടുന്നതിന് മുൻപ്, വിദ്യാഭ്യാസം, ഒരു ഭാവിയുടെ വിഷയം, അവരുടെ ഒരു ജോലിയുടെ വിഷയം പോകുന്നതിന് മുൻപ് എത്ര ദൈവമക്കൾ, എത്ര മാതാപിതാക്കൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവരുടെ കരമൊന്ന് കാണട്ടെ. കർത്താവേ,
എൻ്റെ ഹിതമല്ല, എനിക്ക് ഇന്നതാകണമെന്ന് ആഗ്രഹം, പക്ഷേ നിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ചില കരങ്ങൾ ഇവിടെ കാണുകയാണ്. ഇന്ന് ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, ദൈവഹിത പ്രകാരമാണോ നീ പ്രാർത്ഥിച്ചത്? ഒന്നും നഷ്ടമായി പോകത്തില്ല, ഒന്നും പാഴായി പോകത്തില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവഹിതത്തിന് വേണ്ടി നീ ഏൽപ്പിച്ചാൽ ആ ദൈവഹിത പ്രകാരമുള്ള സ്ഥാനത്ത് ദൈവം കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യൂ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ മനസ്സറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇവള് കുഞ്ഞുങ്ങൾ തമ്മിൽ തിക്കിയപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോയി, കർത്താവ് എന്നാ ഈ പ്രശ്നം? നഷ്ടമായി പോകത്തില്ല, ഒന്നും പാഴായി പോകത്തില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവഹിതത്തിന് വേണ്ടി നീ ഏൽപ്പിച്ചാൽ ആ ദൈവഹിത പ്രകാരമുള്ള സ്ഥാനത്ത് ദൈവം കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യൂ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ മനസ്സറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇവള് കുഞ്ഞുങ്ങൾ തമ്മിൽ തിക്കിയപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോയി, കർത്താവ് എന്നാ ഈ പ്രശ്നം, എന്നാ ഈ പ്രതിസന്ധി, ഇതെനിക്ക് അറിയണമല്ലോ. ഇവൾ അവളുടെ കുടുംബത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുള്ളവളായിരുന്നു. അവൾ പറഞ്ഞു, ഈ കുടുംബത്തിനകത്ത് ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതിനകത്ത് ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ദൈവത്തിന്റെ ഹിതം എന്താണ്, ദൈവത്തിന്റെ മനസ്സെന്താണ്, അതറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് പകൽ നിങ്ങളോട് നോക്കിയാൽ ഇന്ന് പകൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ശക്തിയോട് രാമൻ പറഞ്ഞാട്ടെ. അവൾ ആ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഹിതം എന്താന്ന് അവൾ അറിഞ്ഞു. അവളോട് ആരും പറഞ്ഞു കൊടുത്തോ? ഇല്ല. അവള് കണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു ഇസഹാക്ക്, പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാം. ആ കുടുംബത്തിലെ ഇവള് ചെന്ന് കയറിയത്, ഇവളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് ഓർത്തോണം, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ, തലമുറയും അവൻ ആ കുടുംബത്തിൽ വരുന്നവരും ആ ഒരു പാതയിലേക്ക് ദൈവം നടത്തുവാൻ ഇടയായിത്തീരും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ അവൻ ആ വിശ്വാസത്തിന്റെ പകർച്ച തലമുറയിലേക്ക് കൈമാറുന്നത് പോലെ ഇന്ന് ആത്മാവിൽ ഞാൻ പ്രവചനമായിട്ട് വിളിച്ചു പറയാ, ചില പകർച്ചകൾ നടക്കാൻ പോകുന്നു, ചില പകർച്ചകൾ നടക്കാൻ വേണ്ടി പോകുന്നു. നിന്നിലുള്ള വിശ്വാസം നിന്റെ തലമുറയിലേക്ക് ദൈവം പകരാൻ വേണ്ടി പോകുന്നു, നിന്റെ കുടുംബത്തിലുള്ളവരിലേക്ക് ദൈവം പകരാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ശക്തിയോട് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ദൈവത്തിന്റെ മനസ്സറിയാൻ പ്രാർത്ഥിക്കണം. ദൈവം ആ കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, ആമേ സ്തോത്രം, യഹോവ അവളോട് 2 ജാതികള് നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. ഒന്ന് ചീത്തതാണെന്നും ഒന്ന് നല്ലതാണെന്നുമല്ല പറഞ്ഞത്, രണ്ടും നല്ലതാണ്, പക്ഷെ ഒന്ന് ഇച്ചിരി ശക്തിപ്പെട്ടതായിരിക്കും. ഇതാ ദൈവത്തിന്റെ ഹിതം. ആമേ സ്തോത്രം. 2 കുഞ്ഞുങ്ങൾ ഉള്ളവളോട് ദൈവം പറഞ്ഞു, 2ഉം നല്ലത് തന്നെയാണ്. ആമേ സ്തോത്രം. 2നും അനുഗ്രഹമുണ്ട്, പക്ഷേ ഒന്ന് ഏതൊക്കെയോ വിളിക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവനാണ്, എന്തൊക്കെയോ ചിലത് ചേഞ്ച് ചെയ്യുവാൻ ദൈവം കണ്ട ഒന്ന് നിന്റെ കുടുംബത്തിനകത്തുണ്ട്. പ്രാരംഭത്തിൽ ഞാനൊരു ദൂത് പറയാ, നിന്റെ കുടുംബത്തിൽ അങ്ങനെ ചിലത് ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയോ നിയോഗങ്ങൾക്ക് വേണ്ടി, ഏതൊക്കെയോ പ്രാർത്ഥനകൾക്ക് വേണ്ടി, എന്തൊക്കെയോ ചെയ്യുവാൻ വേണ്ടി ദൈവം ചിലതിനെ വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവഹിതം ഇതാണ്. റിബേക്കയുടെ കർത്താവ് പറഞ്ഞു, 2ഉം നല്ലതാണ്. ആമേ സ്തോത്രം. 2ഉം വലിയ ജാതിയായിട്ട് തീരും. പക്ഷേ ആമേ സ്തോത്രം 2നെ കുറിച്ചും 2 പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. ഇന്ന് എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, നിന്റെ കുടുംബത്തിൽ ഒരു പക്ഷേ 4 മക്കൾ കാണും, 3 മക്കൾ കാണും, 2 പേര് കാണും, ഒരാൾ കാണും. പദ്ധതികൾക്ക് വ്യത്യാസമുണ്ട്. ആമേ സ്തോത്രം. പദ്ധതി അറിയണമെങ്കിൽ നാം ദൈവസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അറിയുന്നുണ്ട്, ഈ റിബേക്ക ആമേ സ്തോത്രം ഇങ്ങനെ ഈ പദ്ധതി അറിഞ്ഞതുകൊണ്ടാണ് ആമേ സ്തോത്രം ഇസഹാക്ക് അനുഗ്രഹിക്കാൻ നേരത്ത് ഇസഹാക്കിനോട് ആമേ സ്തോത്രം യാക്കോബിനോട് പറഞ്ഞു, നീ ഏശാവിൻ്റെ ആ ഡ്രസ്സും ഒക്കെ ഇട്ട് ആമേ സ്തോത്രം എല്ലാം ഇട്ടിട്ട് രുചികരമായ ഭക്ഷണവുമായിട്ട് ചെല്ല്. എന്താ കാരണമെന്ന് അറിയാമോ? സന്ദർഭമനുസരിച്ച്, സാഹചര്യമനുസരിച്ച് പ്രവർത്തിക്കുവാൻ റിബേക്കക്ക് ബലം കിട്ടിയത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ പദ്ധതി അറിഞ്ഞിരുന്നു. മനസ്സിലായവർക്കായിട്ട് സ്തോത്രം. നിന്റെ തലമുറയെക്കുറിച്ചുള്ള പദ്ധതി നീ അറിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും നിന്റെ ഓരോ ചലനങ്ങളും,
അതനുസരിച്ചായിരിക്കും നീ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുന്നത്. അതനുസരിച്ചായിരിക്കും നിന്റെ പ്രാർത്ഥന കൂടുന്നത്. അതനുസരിച്ചായിരിക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ നിൽക്കുന്നത്. ഇന്ന് പദ്ധതികൾ തിരിച്ചറിയുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് പറയുമ്പോൾ ആരുടെയൊക്കെ ഉള്ളിലാ ഈ ദൂത് ഇടിച്ചു കയറുകയാണ്. എന്താണ് പദ്ധതി? എന്റെ കുടുംബത്തെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? എന്റെ തലമുറയെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? എന്നെ ആ ദേശത്ത് ദൈവമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? ഈ സഭയ്ക്കകത്ത് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്? ഇന്ന് തിരിച്ചറിഞ്ഞു നിൽക്കുന്നവർക്കായിട്ട് സ്തോത്രം. നല്ലൊരു ആമേൻ ഉറക്കെ പറഞ്ഞാട്ടെ. ഇവളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിച്ചത്. നമ്മൾ പറയും ആമേ സ്തോത്രം എന്തൊരമ്മയാണ്. ആമേ സ്തോത്രം മൂത്ത മകനായ ഏശാവിന് കിട്ടേണ്ട അനുഗ്രഹം അമ്മ ഉപായത്താൽ ഇളയ മകന് കൊടുത്തു. അല്ല നടക്കുന്നത്. അവക്കറിയായിരുന്നു ഇളയത് കയറി വരണം, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവളെ ആമേ സന്നദ്ധമാക്കിയത് എന്താണെന്നറിയാമോ? ആ പദ്ധതി അവൾ തിരിച്ചറിഞ്ഞു. അവൾ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ഇന്ന് ഒരു ദൂത് വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്ന മാതാവാണോ നീ? പ്രാർത്ഥിക്കുന്ന പിതാവാണോ നീ? നിന്റെ കുടുംബത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ മുന്നമേ വെളിപ്പാടിൽ കാണൂ. അതനുസരിച്ചായിരിക്കും നിന്റെ നീക്കങ്ങൾ, അതനുസരിച്ചായിരിക്കും നിന്റെ പദ്ധതികൾ. ഇന്ന് മനസ്സിലായവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയണം. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറഞ്ഞ ദൈവികമായ പദ്ധതികൾ തിരിച്ചറിയണം. 2 കുഞ്ഞുങ്ങളുണ്ട്. എന്താകും അറിയത്തില്ല, എന്നതാകും അറിയത്തില്ല. അങ്ങനെയല്ല, അവരെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. ഇന്നതാകുമെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ ലെവലിൽ കയറുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. അതനുസരിച്ചായിരിക്കും എൻ്റെ നീക്കങ്ങളാ. ഇന്ന് അങ്ങനെ കണക്ക് കൂട്ടി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ തലമുറ കയറി വരും. നിന്റെ തലമുറ കയറി വരും. അടുത്ത ചില മണ്ഡലത്തിലേക്ക് നിന്റെ തലമുറയെ ദൈവം ഉയർത്തും. ആരുടെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഇന്നത് പ്രയോജനമായി തീരാൻ വേണ്ടി പോകുന്നു. ചില പദ്ധതികൾക്കകത്തേക്ക് കരം പിടിച്ച് നടത്തുന്ന ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്തൊക്കെയാ ദൈവത്തിന്റെ പദ്ധതികൾ? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അറിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. ഇപ്പോഴേ പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ വിവാഹത്തിന് ആമേ സ്തോത്രം. എനിക്ക് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എന്നോട് ബിജുപ്പാസിൻ്റെ അമ്മായിയമ്മ ത്രേസ്യമാൻറ്റി ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മോളെ നിൻ്റെ ഭാവിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അന്ന് എനിക്കെന്തോ 15 or 16 അത്രയും വയസ്സ് എനിക്കുള്ളെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്തിനാ ഇപ്പോഴേ എൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? വിവാഹത്തിന് വേണ്ടി നീ ഇപ്പോഴേ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത് ഇപ്പോഴേ പ്രാർത്ഥിക്കണ്ടല്ലോ, ഇനിയും കിടക്കുന്നുണ്ടല്ലോ വർഷങ്ങൾ. പക്ഷെ ഞാൻ ഒരു പ്രവാചികയാണ്. ആ ആൻറ്റി പറഞ്ഞപ്പോൾ ഞാൻ അന്നോട്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെ എഴുതി വെച്ചോ ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഒരു ആമേ സ്തോത്രം ആമേ ദൈവദാസനെ കർത്താവ് എനിക്ക് തരുവാനിടയായി തീർന്നു. എന്താണെന്നറിയാമോ? പ്രാർത്ഥിച്ചതിൻ്റെ മറുപടികൾ. അതുപോലെ പാസ്റ്ററും എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ബുക്ക് ഞാൻ വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ ട്രോയൊക്കെ അടക്കി പെറുക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുക. അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ആമേ സ്തോത്രം ആമേൻ. അതുപോലെ പദ്ധതിക്കകത്തേക്ക് ബൈബിൾ സ്പീഡിലെടുത്ത് വായിക്കുന്നു. അന്ന് ഞാൻ നല്ലതായിട്ട് സ്പീഡിലെടുത്ത് ബൈബിൾ വായിക്കുമായിരുന്നു. ഞങ്ങളുടെ ചർച്ചയിൽ വന്നാൽ ആ ഫസ്റ്റിലെ ബൈബിൾ വായിക്കുന്നത് ഞാനാ. ബൈബിൾ റെഫറൻസിനും സോങ് റെഫറൻസിനും ഒക്കെ ഫസ്റ്റ് എനിക്കാണ്. ഇന്ന് ഇത്തിരി സ്പീഡൊക്കെ കുറഞ്ഞ് അന്ന് പതിയെ മാറി നിൽക്കുക. പക്ഷേ അന്ന് അത് കൈ എടുത്ത് വെച്ചാൽ ആമൻ എടുത്ത് വായിക്കും. അതുപോലെ സ്പീഡിൽ വായിക്കുമായിരുന്നു. പാസ്റ്റർക്ക് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പദ്ധതികൾക്കകത്തേക്ക് കയറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിശ്വസിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ശുശ്രൂഷയിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇന്നത് വരണം, കുടുംബത്തിൽ ഇന്നത് വന്ന് കയറണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ തലമുറകളെ ചുമ്മാതെ ഒരു കല്യാണം നടത്തി പോകാനാണോ ആഗ്രഹിക്കുന്നത്? ഇല്ലെങ്കിൽ, ഇന്ന് വരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ദൂത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഞാൻ ഈ ദൂത് ഇന്നലെ എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇന്ന് പലർക്കും അറിയത്തില്ല എന്നാ ചെയ്യേണ്ടത്. നമ്മൾ കല്യാണം ആകാറാകുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. നല്ല പ്രിയമക്കളെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുഞ്ഞാണെ പോലെ ഇന്നോട്ട് പ്രാർത്ഥിക്കണം. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ കുടുംബത്തിൽ വന്ന് കയറരുത്. എൻ്റെ ഗേറ്റിൻ്റെ സ്വന്തം പാട്ടി ചവിട്ടുവാൻ അനുവദിക്കരുത്. എൻ്റെ കുടുംബത്തിൽ വന്ന് കയറുവാൻ അനുവദിക്കരുത്. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ കുടുംബത്തിൽ വരരുത്. നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവഹിതമുള്ളതിനെ ദൈവം നിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് തരും. വിശ്വസിക്കുന്നവർ ചേർന്ന് നല്ലൊരു ആമേൻ പറഞ്ഞേ. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് അറിഞ്ഞു വേണം
പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹ വിഷയത്തിനകത്ത് പഠനം, ജോലി, ആമേൻ, ഇതൊക്കെ ഉണ്ട്. വീട്, ആമേൻ, സ്തോത്രം. ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു വീട് വാങ്ങിക്കാൻ പോകുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഇത് ദൈവഹിതമാണോ, ഇത് ഞാൻ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണോ? ഒരു സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ചുമ്മാതെ എന്തിനാ അതിന് അഡ്വാൻസ് കൊടുക്കാതെ, ആമേൻ, സ്തോത്രം, നീ ഒന്ന് പ്രാർത്ഥിക്കണം, ഇത് ദൈവത്തിന്റെ ഹിതത്തിൽ പെട്ടതാണോ? നീ പ്രാർത്ഥിക്കുക. ദൈവഹിതമാണെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. വിവാഹ വിഷയത്തിനകത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം?